കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്ര ഫോൺ വിളിച്ച പിങ്കിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിങ്കി ആകെപ്പാടെ സങ്കടപ്പെട്ട് മുറി വന്നിരിക്കുവാണ്. ഈ സമയത്താണ് പ്രഭുരാമൻ അങ്ങോട്ട് വരുന്നത്. പ്രഭുരാമൻ വന്നിട്ട് പറഞ്ഞു, നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കണേ? നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടിട്ടില്ലല്ലോ, നീ ഒന്ന് പുഞ്ചിരിച്ച് കണ്ടിട്ടില്ലോ, എപ്പോഴും നീ ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ടാണല്ലോ ഇരിക്കണേന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പെട്ടെന്ന് പറഞ്ഞു, എങ്ങനെയാ പപ്പ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നേ? ഇപ്പൊ എന്താ കുഴപ്പമുണ്ടായത്? എന്റെ മോൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അർജുനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ? അല്ല, അത് പിന്നെ കാര്യം എന്താ നീ പപ്പായോട് പറ. പവിത്ര വിളിച്ചിട്ടുണ്ടായിരുന്നു, അർജുന്റെ കല്യാണം അവിടെ തീരുമാനിച്ചെന്ന്. സുമംഗലാമ്മ, കല്യാണം തീരുമാനിച്ച ആരുമായിട്ട്? നയനയുമായിട്ട് കല്യാണം തീരുമാനിച്ചെന്നാ പറഞ്ഞേ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ പ്രഭുരാമൻ പറഞ്ഞു, ഓഹോ, അപ്പൊ അതായിരുന്നു കാര്യം. അപ്പൊ നിന്നെ മനഃപൂർവ്വം അവരവിടുന്ന് ഇറക്കി വിട്ടതല്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ബോധ്യമാന്നേ. നീ ഇറങ്ങി വരാൻ നോക്കിയിരിക്കുമായിരുന്നു. അതോ അപ്പ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അർജുന്റെ വിവാഹം നടത്താനായിരുന്നു സുമംഗലാമ്മയുടെ തീരുമാനം തോന്നേ. അതുകൊണ്ടാണല്ലോ ഇത്ര ഇടപെടി നീ കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് പറയാ. എന്റെ മോളെ കല്യാണം നടത്തിക്കോട്ടെ, പക്ഷെ ഒരു കാലത്ത് ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. ഇങ്ങനൊന്നും പറയല്ലേ പപ്പ. പിന്നെ എങ്ങനെ പറയണമെന്ന് നീ പറയുന്നേ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി അവര് എത്ര കല്യാണം നടത്തിയെന്ന് പറഞ്ഞാലും അതൊന്നും ശാശ്വതമാവൂല. എന്റെ മോളുടെ കണ്ണീര് വീണിട്ടാ അവര് ഈ കല്യാണം നടത്താൻ പോണേ. അല്ല പപ്പ, ഇവിടെ ഞാനും കൂടെ തെറ്റുകാരിയാ. ഞാൻ കുറെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് പപ്പാനെ വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന്. ഇല്ല മോളെ, എനിക്ക് മോളെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇത് കേട്ടതും പിങ്കി പെട്ടെന്ന് പറഞ്ഞു, ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ട പപ്പ. അതെ, പപ്പായ്ക്കുള്ള ഫുഡ് ഞാൻ എടുത്ത് വെക്കാം വരാൻ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഇങ്ങനെ ആകെപ്പാട് മനസ്സിന് തീ പിടിച്ചൊരവസ്ഥയില് പ്രഭുരാമൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബെഡില്. അപ്പോഴാണ് ടേബിളില് പിങ്കിയുടെ ബാഗ് ഇരിക്കുന്നതേ. പെട്ടെന്ന് ബാഗിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബാഗിന്റെ പകുതി സിബ് ഇങ്ങനെ തുറന്നു കിടക്കുക. അതിനകത്ത് ഒരു കവറും കുറച്ച് സ്വർണ്ണവും ഇരിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ കുറെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് കണ്ടു. പെട്ടെന്ന് പ്രഭുരാമൻ അങ്ങോട്ട് പോയി നോക്കുവാണ്. അത് ആ ബാഗിനകത്തുനിന്ന് ഇങ്ങനെ എടുത്തു. ഇത് സ്വർണമാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? അതും പിങ്കിയുടെ ബാഗിനകത്ത്. ഒന്നും പ്രഭുരാമന് മനസ്സിലായില്ല. പെട്ടെന്നാണ് ഓർത്തെ അന്ന് സുമകല വിളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ. അതെ, നിങ്ങളുടെ മോൾ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്വർണം അടിച്ചു മാറ്റിക്കൂടെ വന്നേ. നിങ്ങൾ വിളിച്ചപ്പോ മോള് വന്നില്ല, പക്ഷെ ഒരു ദിവസം കൂടെ അവൾ ഇവിടെ നിന്നിട്ടാ വന്നേ. എന്തിനു വേണ്ടിയിട്ടാ? ദേ അരുന്ധതി അടുത്തിട്ട് സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പ്രഭുരാമ പോയി അത് എടുക്കുവാണ്. ആ കവറിനകത്ത് സൂക്ഷിച്ച് അതങ്ങനെ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് സ്വർണ്ണമെല്ലാം ഇരിക്കുന്നുണ്ട്. പ്രഭുരാമൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സമയം പിങ്കി ഡൈനിങ് ടേബിൾ ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിങ്കിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പ്രഭുരാമൻ എന്ത് ചെയ്തു? ആ സ്വർണ്ണം ആ ടേബിളിലേക്ക് അങ്ങ് വെച്ചു. പെട്ടെന്ന് പിങ്കി ചോദിച്ചു, ഇതെന്താ പപ്പാന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് പ്രഭുരാമൻ പറഞ്ഞു, അതാ എനിക്കും ചോദിക്കാനുള്ള, ഇതെന്താന്ന്? അല്ല പപ്പ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെവിടുന്ന? ഇതെന്താന്ന് ചോദിക്കുവാണ്. ഇത് നിന്റെ ബാഗിന്ന് കിട്ടിയതാ. എന്റെ ബാഗിന്നോ? ഇതെന്താ പപ്പയ്ക്ക്? ഇത് എന്ത് പറ്റി? എന്റെ ബാഗ് ഇങ്ങനെ ഒരു സാധനം ഇല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട പ്രഭുരാമൻ പറഞ്ഞു, നീ എന്റെ മുഖത്ത് കള്ളം പറയണ്ടെന്ന് പറയാണ്. പപ്പ എന്താ പറയണേന്ന് ചോദിക്കുക. എന്നാന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണേ. പെട്ടെന്ന് പ്രഭുരാമൻ ആ കവർ അങ്ങ് തുറന്ന് പിങ്കിനെ ഞാൻ കാണിച്ചു കൊടുക്കുക. പിങ്കി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് പിങ്കി ചോദിച്ചു, എന്താ പപ്പ അത്? അതെ, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കാര്യം എന്താന്ന് പറയാം. ഇതാണ് ഇന്ത്യവരത്തിൽ നിന്ന് മോഷണം പോയ അരുന്ധേരത്തിന്റെ സ്വർണം എന്ന് പറയാണ്. വല്യമ്മയുടെ സ്വർണ്ണോ? അതെ. ഇതെങ്ങനെ നിന്റെ ബാഗ് വന്നു? ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എനിക്കറിയത്തില്ല പപ്പ, എന്റെ ബാഗ് എങ്ങനെ വന്നെന്ന്. ഇത് കേട്ടതും പ്രഭുരാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്നെ മനഃപൂർവ്വം ആരോ ട്രാപ്പിലാക്കാനായിട്ട് നിന്റെ ബാഗ് കൊണ്ട് വെച്ചാന്ന് പറയണം. അതെന്തിനാ പപ്പ അങ്ങനെ ചെയ്യുന്നേ? എന്റെ ബാഗിൽ ഈ സ്വർണം വെച്ചോണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോന്നേ? അതാണ് നമ്മൾ ഇനി അന്വേഷിച്ചറിയേണ്ടത്. ഒരു പക്ഷേങ്കില് ഈ സ്വർണം നിന്റെ ബാഗ് വെച്ചവർക്ക് വ്യക്തമായിട്ടൊരു ഉദ്ദേശലക്ഷ്യം കാണുമായിരിക്കും, നിന്നെ കുടുക്കിപ്പെടുത്താനായിട്ട്. അതുമൂലം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത ഉണ്ടായിരിക്കും. അതിനായിരിക്കും ഇങ്ങനത്തെ ഒരു പണി ചെയ്തേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ പിങ്കി ഇങ്ങനെ ആലോചിക്കുക, ശരിയായിരിക്കും. ഒരു പക്ഷെ ഈ സ്വർണം ചോദിച്ചിട്ടല്ല അർജുൻ അന്ന് വന്നത്. പ്രഭുരാമൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല, അർജുൻ അന്ന് വന്നത് ഈ സ്വർണത്തിന്റെ പേര് പറഞ്ഞോണ്ടല്ലേ? നിന്റെ ബാഗിനകത്ത് ഉണ്ടാവും, ഒന്നും നോക്കാനല്ലേ പറഞ്ഞേ? ശരിയാവപ്പ, അന്ന് അർജുൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഒരു പക്ഷെ അന്നേ നോക്കേണ്ടതായിരുന്നു. അർജുൻ ചിലപ്പം തന്നെ കുറ്റക്കാരിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തേ. ചിലപ്പം അർജുന് ചിലപ്പം പല സംശയം കാണുമായിരിക്കും, ആരെങ്കിലും മനഃപൂർവ്വം ട്രാപ്പിലാക്കാനായിട്ട് തന്റെ ബാഗിനകത്ത് ഈ സ്വർണം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ താൻ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരി ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അർജുൻ ചിലപ്പോൾ അന്ന് നേരത്തെ വന്ന് ഇങ്ങനെ തന്നോട് ചോദിച്ചത്. പക്ഷെ താന് അന്ന് ഇതൊന്നും വിശ്വസിച്ചില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ബാഗ് തുറന്നു നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് അതുപോലും ചെയ്തില്ല. താൻ എന്ത് വലിയ കുറ്റം അർജുനോട് ചെയ്തേ. പകരം
താന് അർജുനെ പല കാര്യങ്ങൾ പറഞ്ഞ് മുറിവേൽപ്പിച്ച് വിടുക ചെയ്തേ. ഇത് കേട്ടത് പ്രഭുരാമൻ പറഞ്ഞു, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പാവം അർജുൻ വന്നു കഴിഞ്ഞപ്പം അർജുന് പറയാനുള്ള കാര്യം എന്താന്ന് കേൾക്കാൻ പോലും ഞാൻ കൂട്ടാക്കിയില്ല. അർജുനെ ആട്ടിയിറക്കി. അതോടൊപ്പം തന്നെ നിന്റെ കഴുത്തി കിടക്കുന്ന താലിമാല ഞാൻ വലിച്ചു പൊട്ടിച്ച് അവന്റെ മുഖത്തെറിഞ്ഞു വിട്ടില്ലേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തേ. പ്രൊഫസറാണ് പോലും, പ്രൊഫസർ പ്രഭുരാമൻ. ഇപ്പൊ ആ പേര് പറയാൻ പോലും എനിക്ക് നാണക്കേട് തോന്നുക. അർജുന്റെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ട കാര്യം ഇത്. കാരണം അത്രയ്ക്ക് വലിയ തെറ്റല്ല ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന. പക്ഷെ നമ്മൾ രണ്ടും അത് മനസ്സിലാക്കിയില്ല മോളെന്ന് പറയാം. ഇനിയിപ്പൊ എന്ത് ചെയ്യും പപ്പ? ഇത് തിരികെ കൊടുക്കണമെന്ന് പറയാം. തിരികെ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവര് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആ കള്ളിന്ന് പറയും. അതെന്ത് വായിക്കോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എങ്കില് ഇത് കൊണ്ടേ കൊടുത്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമെന്ന് പറയാം. പപ്പ ധൈര്യമായിട്ടിരിക്കുക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഇന്ത്യവരത്തിൽ അരുന്ധതി ആകെപ്പാടെ ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്താണ് ലക്ഷ്മിയമ്മ ഉള്ള ചായയൊക്കെ ആയിട്ടിരുന്നത്. എന്നാ വലിയായിട്ട് ഇത് ചായ എന്ന് പറയണം. ചായ നീ തന്നെ കുടിച്ചോ. ഇനിയിപ്പം നിനക്ക് വേണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, ആരുടെയും തല വഴി ഒഴിക്കാൻ പറയാണ്. പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു, ഇതെന്താ ഏട്ട് നീ പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റാനായിട്ട്? മനുഷ്യനാണ് ഇവിടെ സ്വർണം പോയി ആകെപ്പാടെ സമനിലയേറ്റ അവസ്ഥയിൽ ഇരിക്കുക. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് വന്നേ. ഓഹോ, IPS മോൻ വന്നല്ലോ അങ്ങോട്ട്. നിനക്ക് നാണം ഉണ്ടോടാ? ഇത്രയും കാലമായി നീ ജോലിക്ക് ചേർന്നിട്ട്. പക്ഷേങ്കിൽ എൻ്റെ ആ സ്വർണം പോയിട്ട് ഒരു പരാതി കൊടുക്കാതെ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ. അതിന് നീ സമ്മതിക്കുന്നില്ല. നിന്റെ അഭിമാനം അങ്ങ് സമ്മതിക്കുന്നില്ല. എന്നിട്ടിപ്പോഴോ ആ സ്വർണവും പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ഞാൻ കൊണ്ടൊരു പരാതി എഴുതി കൊടുക്കാൻ പോവാന്ന് പറയാം. ഈ സമയം അർജുൻ പറഞ്ഞു, അതിന്റെ ഒന്നും കാര്യമില്ല എന്ന് പറയാം. അപ്പോഴേക്കും നന്ദയും കൂടെ അങ്ങോട്ട് വന്നു. എന്തിനാ പരാതി കൊണ്ടേ കൊടുക്കണേ? വലിയമ്മന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പരാതി കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നാണക്കേട്. ഈ ഇന്ദീവരം കുടുംബത്തിന് തന്നെ നാണക്കേടെന്ന് പറയാം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. ഇന്നലെ രാത്രിയിൽ ഞാൻ മഹാദേവേട്ടന്റെ അമ്മേനെ സ്വപ്നം കണ്ടു. ദേ ഒഴിഞ്ഞ കൈയും കഴുത്തൊക്കെ ആയിട്ട് എന്റെ മുന്നിൽ വന്നിരിക്കുന്നു. കണ്ടില്ലേ എന്റെ കോലം കണ്ടില്ലേന്ന് ചോദിച്ചോണ്ട്. അതിനർത്ഥം എന്താ? ഈ സ്വർണം മോഷണം പോയത് അമ്മയ്ക്ക് വിഷമായിട്ടുണ്ട്, അതാന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ഗൗതം പറഞ്ഞു, എന്റെ വല്യമ്മേ, അതൊക്കെ വെറും സ്വപ്നം മാത്രമല്ലേ. അതിന് ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? നിനക്കത് സ്വപ്നമായിരിക്കും ഗൗതം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് അങ്ങനെയല്ല. കാരണം അമ്മ പാരമ്പര്യമായിട്ട് അമ്മയുടെ കയ്യിൽ എത്തിപ്പെട്ട സ്വർണ്ണം അത് അമ്മ എനിക്കൊന്നു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ആ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അതെ അതിനെക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും കിട്ടുമെന്ന് പറയാം. എവിടുന്ന് കിട്ടുമെന്നാ പറയണേ? ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും ഒരു ചെറിയ തുമ്പെങ്കിലും അതിനെക്കുറിച്ച് കിട്ടിയോ? അതെങ്ങനെയാ? ഇവൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പോലും ഇല്ലെന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഞാൻ അന്വേഷിക്കാത്തതാണോ? എനിക്കിപ്പോ ഈ വീട്ടിലല്ലാതെ പുറത്ത് അങ്ങനെ ഇറങ്ങി ഈ സ്വർണത്തെക്കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രഭുരാമൻ അങ്ങോട്ട് വരുന്നത്. പ്രഭുരാമൻ വന്നിട്ട് ചോദിച്ചു, അല്ല എനിക്ക് കയറി വരാലോ അല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞ് വരാൻ പറയാണ്. അല്ല ഞാൻ വഴക്കുണ്ടാക്കാനും മറ്റുമല്ല വന്നത്, ഒരു കാര്യം ഏൽപ്പിക്കാനാ വന്നതെന്ന് പറയാണ്. പ്രഭുരാമന്റെ കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. പിന്നീട് പ്രഭുരാമൻ ആ കവർ അങ്ങോട്ട് ആ ടേബിളിലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. പെട്ടെന്ന് അരുന്ധതി ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. പിന്നീട് പ്രഭുരാമൻ ആ കവറ് അഴിക്കുവാണ്. ആ കവർ അഴിച്ചിട്ട് അതിനകത്തുനിന്ന് ആ സ്വർണ്ണം എടുത്ത് ടേബിളിലേക്ക് വെച്ചു. ഒരു നിമിഷം അരുന്ധതിയുടെ കണ്ണൊന്ന് മഞ്ഞളിച്ചു. ഇത് തന്റെ കളഞ്ഞു പോയ സ്വർണ്ണമാണല്ലോ. ഈ സമയം സുമംഗലയും കൂടെ അങ്ങോട്ട് വന്നു. സുമംഗലയും നയനയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്റെ കളഞ്ഞു പോയ സ്വർണ്ണം. അതെ, ഇത് കളഞ്ഞു പോയ സ്വർണ്ണമാ. പെട്ടെന്ന് ചോദിച്ചു, ഇല്ല ഇതെവിടുന്ന് കിട്ടി? ഇതെന്റെ മോള് പിങ്കിയുടെ ബാഗിനകത്തുനിന്ന് കിട്ടിയതാ. പെട്ടെന്ന് തന്നെ സുമംഗല പറഞ്ഞു, ഓഹോ, അപ്പൊ കള്ളി വെളിച്ചത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രഭുരാമന് ദേഷ്യം വന്നു. ദേ അനാവശ്യം പറയരുത്, നിങ്ങൾ കാര്യം പറയാതെ. പറഞ്ഞ കേട്ടല്ലോ, ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അരുന്ധതി അമ്മ ഇച്ചിരി നേറും നെറിയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് കൊണ്ടുവരത്തില്ലായിരുന്നു. ഇത് വല്ല പുഴയിലോ കടലിലോ വലിച്ചെറിയോ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഈ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളായി സാധനം മോഷ്ടിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇതിവിടെ തിരിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് കേട്ടതും പെട്ടെന്ന് സുമംഗല പറഞ്ഞു, അത് നിങ്ങളുടെ അടുത്ത നമ്പറായി കൂടെ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കേണ്ട അപ്പച്ചി എന്ന് പറയാണ്. പെട്ടെന്ന് പ്രഭുരാൻ പറഞ്ഞു, ഇതെങ്ങനെ അവളുടെ ബാഗിനകത്ത് എത്തിപ്പെട്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇത് മനഃപൂർവ്വം അവളെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത ഒരു പണിയാ. കാരണം അവള് കുറ്റക്കാരിയാകുന്നതുകൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കും എന്തോ ഒരു നേട്ടമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയാണ്. ഈ സമയം നയനയുടെ മുഖം ഒന്ന് കുനിഞ്ഞു. സുമംഗലയും നയനും പരസ്പരം നോക്കുന്നുണ്ട്. സുമംഗല ഇങ്ങനെ ആലോചിക്കും, എന്നാലും അതാരായിരിക്കും അങ്ങനെ ചെയ്തതെന്നുള്ള രീതിക്കില്ല. നന്ദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് പ്രഭുരാമൻ പറഞ്ഞു, അർജുന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്വർണ്ണം അവളുടെ ബാഗിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് അർജുനെ ഞാൻ ആട്ടി ഇറക്കുകയോ ചെയ്തേ. അവന്റെ മനസ്സിന്റെ നന്മ ഞാൻ കണ്ടെത്താൻ പറ്റിയില്ല.
ഒരു കാര്യം ചെയ്യാം, അവന് ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇവിടെ ഇല്ലെന്ന് പറയാം. അവൻ വന്നു കഴിയുമ്പം എൻ്റെ വക ഒരു സോറി അവനോട് പറഞ്ഞേരെ. ഞാനാ തെറ്റ് ചെയ്ത ആള്. ഒരു കാരണവശാലും അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ അങ്ങനെ ആട്ടി ഇറക്കി ഞാൻ വിടലായിരുന്നു പറയാണ്. അതെ, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് പ്രഭുരാമൻ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് എന്താ പറയുക, അങ്കിളെ നിൽക്കാൻ പറയണം. പക്ഷെ പ്രഭുരാമൻ നിന്നില്ല. പ്രഭുരാമൻ അങ്ങോട്ട് പോവുക ചെയ്തേ. കാരണം പ്രഭുരാമനും പിങ്കിയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബാഗിനകത്ത് ആരാണ് ഈ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിങ്കിൽ അവരെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അത് ആരാണെങ്കിലും കണ്ടെത്തിയാൽ മതിയാവുള്ളെന്ന് പിങ്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, എനിക്കിനിയിപ്പം എന്നാൽ കുഴപ്പമില്ല, എൻ്റെ സ്വർണം തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതിയെന്ന് പറയാണ്. ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു, അത് ആരാന്ന് കണ്ടെത്തണ്ടേന്ന് ചോദിക്കണം. ഗൗതം പറഞ്ഞു, സ്വർണം കിട്ടിയല്ലോ, ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ആരും അതിൻ്റെ പുറകെയൊന്നും പോകണ്ട എന്ന് പറയാണ്. ഈ പ്രശ്നം ഇവിടെ ഇതോടുകൂടി നിർത്തിയാക്കാൻ പറഞ്ഞിട്ട് ഗൗതം നന്ദയും കൂടെ അങ്ങോട്ട് കയറിപ്പോവാണ്. മുറിയിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനോട് നന്ദ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ സ്വർണം മിക്കവാറും അത് പിങ്കിയുടെ ബാഗിനകത്ത് കാണുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അർജുനോട് അന്ന് പോയി ബാഗ് പരിശോധിക്കാൻ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, എനിക്ക് അത്ര കൂടെ വിശ്വാസം വന്നില്ല. എന്നാലും എങ്ങനെയായിരിക്കും ആ സ്വർണ്ണ ബാഗിനകത്ത് വരുന്നത്? അതെന്താ മനഃപൂർവ്വം കൊണ്ടേ വെച്ച് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞൊരു കാര്യമില്ലേ ഗൗതം സാറിനോട്. എന്താ പറഞ്ഞത് ഗൗതം സാറിന് അറിയില്ലേ? ആ സ്വർണം മോഷണം പോയ സമയത്ത് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. നയന എന്താ പറഞ്ഞേ? ആ സ്വർണം പോയ സമയത്ത് തന്നെ നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിങ്കിയുടെ ബാഗ് പരിശോധിക്കണം, പിങ്കിയുടെ ബാഗിനകത്ത് ആ സ്വർണം കാണുന്നു. അത്ര തറപ്പിച്ച് അവൾ പറയണമെങ്കിൽ അവൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ തന്നെ ഗൗതം സാർ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. ശരിയാണ്, ഇവള് നന്ദ പറയുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണ്. എനിക്കിത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഗൗതം പറഞ്ഞു, എന്നാലും നയന എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ? മിക്കവാറും പിങ്കിയുടെ കള്ളിയാക്കാനായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കാരണം അതിവിദഗ്ധമായിട്ട്. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, ശരിയാ, ഇവിടെ മോഷണ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിവിദഗ്ധനായ ഒരു കള്ളനായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഇത് പിടിക്കപ്പെട്ടാൽ പോലും താനാണ് മോഷണം നടത്തിയെന്ന് ആരും അറിയാൻ പാടില്ല. കാരണം അയാളിലേക്ക് ഒരു തെളിവ് എത്തല്ല. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിങ്കിയുടെ ബാഗിനകത്തുനിന്ന് സ്വർണം കണ്ടെടുത്തോണ്ട് നയനെ ആരും സംശയിക്കാനും പോകത്തില്ലല്ലോ. ഈ സമയം ഗൗതത്തിനോട് നന്ദ ചോദിച്ചു, അല്ല ഗൗതം സാർ, അർജുനുമായിട്ട് നയന ഭയങ്കര കൂട്ടാണല്ലോ, എന്തുകൊണ്ടാ ഗൗതം സാറുമായിട്ട് അടുക്കാത്തേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ചെറുതിലെ മുതൽ അങ്ങനെയായിരുന്നു. അർജുന്റെ കൂടെയായിരുന്നു അവൾ എപ്പോഴും. എന്നോട് അധികം ഒന്നും അടുപ്പം കാണിക്കാറില്ല. അത് പോട്ടെ, ചെറുതിലെ കാര്യം പോട്ടെ, ഇപ്പോഴാണെങ്കിലും വല്ലപ്പോഴും ഒന്നും മിണ്ടിയാലായി, അല്ലാതെ സംസാരിക്കാറില്ലല്ലോ. അത് ശരിയാ, അതിപ്പോ അവളുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അതൊന്നും അല്ല, സാറിന്റെ തലയിൽ ആ തൊപ്പിയുണ്ട്, ആ തൊപ്പിയെ അവള് ഭയക്കുന്നുണ്ടോന്ന് പറയാണ്. ഇത് കേട്ടും ഗൗതം പറഞ്ഞു, നന്ദ എന്താ പറയണേ? സാർ ഒരു പോലീസുകാരനാ, ഒരു പക്ഷെ അവള് പെരും കള്ളിയാണെങ്കിൽ അവളുടെ കള്ളത്തരം പിടികൂടുവെന്ന് നല്ല സംശയമുണ്ട് നയനയ്ക്ക്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നത്. ഒരു കാരണവശാലും പിടി തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒഴിഞ്ഞു മാറി നടക്കുന്ന. അതുകൊണ്ടാണ് സാറിന്റെ അടുത്ത് വന്ന് അധികം കാര്യങ്ങളൊന്നും പറയാത്ത, സാറിനോട് അധികം അടുപ്പമൊന്നും അവൾ കാണിക്കാത്തെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞും ഗൗതം പറഞ്ഞു, അങ്ങനെയാണ് ഇത് നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. കാരണം അവളെ കയ്യോടെ പിടികൂടാം, തെളിവ് സഹിതം. ഇത് കേട്ടതും നന്ദ ചോദിച്ചു, എന്താ സാറിന്റെ പ്ലാന്? ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിലിടുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിങ്കീനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാന്ന് പറയണം. എന്നിട്ടോ പിങ്കീനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിങ്കീനെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ വീണ്ടും അവൾ ഇങ്ങനത്തെ പ്ലാനുകളൊക്കെ മനിയും. ആ സമയത്ത് അവളെ നമുക്ക് തെളിവ് സഹിതം പിടിക്കാന്ന് പറയണം. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, അത് ശരിയാ, അത് നല്ലൊരു ഐഡിയ എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.